ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കോട്ടക്കുന്ന് മിറാക്കിൾ ഗാർഡൻ ആട്ടോ. അപ്പോൾ ഇതിന്റെ ഉള്ളിലേക്ക് ഒരാൾക്ക് എത്ര റേറ്റ് വരുന്നത്? ഇപ്പൊ നമുക്ക് എൻട്രി വരുന്നത് 50 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ്. ഇത് 5 വയസ്സ് മുതൽ മേലേക്ക്. 5 വയസ്സിന് താഴെ കുട്ടികൾക്ക് ടിക്കറ്റ് ഇല്ല. ടിക്കറ്റ് വേണ്ട. പിന്നെ നമുക്ക് പാക്കേജ് വരുമ്പോൾ അതിനനുസരിച്ചുള്ള ടിക്കറ്റും ചാർജ് ഒക്കെ വരുന്നുണ്ട്. പാക്കേജ് പിന്നെ സ്കൂളും ടീമുകളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് ഒരു പാക്കേജ് വരുന്നതനുസരിച്ച് നമ്മൾ എണ്ണത്തിനനുസരിച്ചാണ് ഒരു പാക്കേജ് റേറ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു 50 ആള് വരികയാണെങ്കിൽ അതിനനുസരിച്ച് ടിക്കറ്റ് ചിലപ്പോൾ 35 രൂപ റേറ്റിൽ അങ്ങനെ കൊടുക്കാം. അങ്ങനെ പാക്കേജ് വരികയാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതെ, 50 ആൾക്ക് മുകളിൽ വരികയാണെങ്കിൽ 100 പേര് അങ്ങനെ സ്കൂളിൽ നേരത്തെ അവർ വിളിച്ച് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ സംവിധാനം ഉണ്ട്. ഇപ്പം നമുക്ക് മിറാക്കിൾ ഗാർഡൻ്റെ പിന്നെ നമുക്ക് ഇവിടെ ഒരു പിന്നെ ബമ്പർ കാർ സ്പോട്ടുണ്ട്. രണ്ടും കൂടി കൂട്ടിയിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കും. അത് അവർക്ക് നേരത്തെ അറേഞ്ച് ചെയ്യാൻ വിളിച്ച് ശരിയാക്കിയാൽ നമ്മൾ അതിനനുസരിച്ച് അറേഞ്ച് ചെയ്തിട്ട് ശരിയാക്കി കൊടുക്കും. ഇതിന്റെ ഉള്ളിലേക്ക് 50 രൂപ ടിക്കറ്റ് എന്തൊക്കെയാണ് കാണാനുള്ളത്? ഇവിടെ നമുക്ക് പിന്നെ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് ഇവിടെ. ഒന്ന് നമ്മളെ മരുഭൂമി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ സ്ട്രക്ചറാണ് ഒരു മിനിയേച്ചർ രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് പഴയ അങ്ങാടി എന്ന് പറയും ഒരു സെക്ഷൻ. അപ്പോൾ പഴയ അങ്ങാടി എന്ന് പറയുമ്പോൾ ഈ പഴയ കാലത്തുള്ള ഒരു ഏകദേശം ഒരു പിന്നെ 70-70 മുമ്പുള്ള 75-60 കാലഘട്ടത്തിലുള്ള വീടുകൾ, അന്നത്തെ അങ്ങാടിയിലുണ്ടായിരുന്ന റെസ്റ്റോറൻറ്റ്, അത് ചായപ്പീടിയ എന്ന് പറയും പഴയ രൂപത്തിലുള്ള. പിന്നെ അന്നത്തെ റേഷൻ കട, അതേപോലെ പിന്നെ അതിൻ്റെ മുകളിൽ ക്ലബ്ബ്, അങ്ങനെയുള്ള ഒരു സ്ട്രക്ചർ, ഒരു ചെറിയ സ്ട്രീറ്റ്. പിന്നെ അതോടൊപ്പമുള്ള നമ്മൾ ഈ അത്താണി, കുടക്കല്ല്, പണ്ടത്തെ കാലത്തുള്ള ഈ ആളുകൾ ചുമടിറക്കി വെച്ച് വിശ്രമിച്ചിരുന്ന സംഭവങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ പഴയ ഈ കാളവണ്ടി, അതുപോലെ അപ്പുറത്തെ ആനൻ്റെ മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു ജംഗിൾ സ്പോട്ട് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ബാക്കി പിന്നെ നമ്മൾ മാവേലി, അതുപോലെ സാന്താക്ലോസ്, അങ്ങനെയുള്ള പ്രതിമകളുണ്ട്. പിന്നീട് വരുന്നത് നമ്മളെ 3D പിക്ചർഡ് കളർ സ്പോട്ടാണ് താഴെ. ഫസ്റ്റ് എൻട്രൻസ് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഈ ഒരു ഫോട്ടോ കൊണ്ടിട്ട് ഇവിടെ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് കാര്യമായിട്ട് വരുന്ന ഈ ഫോട്ടോ സ്പോട്ട് ഏരിയകളാണ്. അപ്പൊ നമുക്ക് പിന്നെ ആൽബം സെറ്റ് ചെയ്യാൻ പറ്റും. ചെറിയ വെഡിങ് ഷൂട്ടുകൾ വരാറുണ്ട്, ബർത്ത്ഡേ ഷൂട്ടിങ് വരാറുണ്ട്, ആൽബം ഷൂട്ടിങ്ങിന് വരാറുണ്ട്. പാക്കേജുകളുണ്ട്. ടൈമിങ് എങ്ങനെയാണ്? ടൈം ഇപ്പൊ നമ്മള് രാവിലെ വർക്ക് ചെയ്യുന്ന 8:30 മുതൽ രാത്രി 9:30 വരെയാണ്. പിന്നെ തിരക്കുള്ള ദിവസങ്ങളിൽ ഏകദേശം ഒരു 10:30 വരെ ഉണ്ടാവും. രാവിലെ നമ്മൾ ഈ പ്രോഗ്രാമിന് വേണ്ട അറേഞ്ച്മെന്റ് മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് രാവിലെ ഒരു 6 മണിക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കും. നേരത്തെ ഇപ്പൊ ഈ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്ന സമയങ്ങളുണ്ട്. അങ്ങനെ അവർ നേരത്തെ വന്ന് ബുക്ക് ചെയ്യുമ്പോൾ ഒരു 6 മണിക്ക് നമ്മൾ സ്റ്റാഫിനെ അറേഞ്ച് ചെയ്തിട്ട് തുറക്കും. സംവിധാനമുണ്ട്. 50 രൂപ എടുത്തു കഴിഞ്ഞാൽ ഡബിൾ നമുക്ക് കാണാനുണ്ട്. ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഏരിയകളുണ്ട്. പിന്നെ അങ്ങനെ നമ്മളിങ്ങനെ അതെ പഴയ ഒരു നൊസ്റ്റാൾജിയാണ്. വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഇവിടെ ഒരു പ്രാവശ്യം വരാത്തവരുണ്ടെങ്കിൽ പ്രാവശ്യം വന്നു കിടക്കാണ് സംഭവം അടിപൊളി. ഞാൻ 3 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. വീണ്ടും ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നെ നമ്മൾ ഓരോ ഈ ഗാർഡൻ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ തലത്തിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്ത് വരും. അത് സ്ഥിരമായിട്ട് ആദ്യം വെച്ച സംഭവങ്ങളല്ല. ഫ്ലവേഴ്സ് ഇങ്ങനെ മാറ്റി മാറ്റി ഇടയ്ക്കിടയ്ക്ക് ഒരു ടീമുണ്ട്. അവരിങ്ങനെ ഒരു 2 മാസം 3 മാസം കൂടുമ്പോൾ നമ്മൾ മണ്ണൂത്തി പോവും. അതുപോലെ പൂനെ ഇവിടെ ഓൺലൈനായിട്ട് ബന്ധപ്പെട്ടിട്ട് പുതിയ പുതിയ ഫ്ലവേഴ്സ് വരുമ്പോൾ പരീക്ഷ നോക്കുന്നുണ്ട്. ഓരോ സെക്ഷൻ മാറ്റി വരാനുള്ള അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ചേഞ്ചസ് ഉണ്ട്. പിന്നെ നല്ല ഹൈബ്രിഡ് തൈകൾ വെച്ചിട്ട് ഇപ്പൊ ഒരു സെയിൽസ് കൗണ്ടർ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഒരാൾക്കുള്ള തന്നെ നല്ല പൂനെ നടക്കുന്ന തൈകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. നല്ല ഫ്രൂട്ട്സിന്റെ ഫ്ലവേഴ്സിന്റെ തൈകൾ വിൽക്കുന്നുണ്ട്. നമ്മളെ ഈ ഒരു ഗാർഡന്റെ ഓക്കെ ശരി.